ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് സമഗ്രമായി നടപ്പാക്കണമെന്ന ആവശ്യവുമായി സിറ്റിസൺ ഫോറം കൊല്ലം. സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും രോഗികളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുമായി കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് സമഗ്രമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിറ്റിസൺസ് ഫോറം കൊല്ലം ജില്ലാ കമ്മിറ്റി കൊല്ലം ജില്ലാ കളക്ടർ ആനി ജൂല തോമസിനെ അവരുടെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ച് നിവേദനം നൽകി. കേരളത്തിലെ ക്ലിനിക്കുകൾ, ആശുപത്രികൾ, ഡയഗ്നോസ്റ്റിക് സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത മാനദണ്ഡങ്ങളും നിയമപരമായ നിയന്ത്രണങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ നിയമത്തിൻ്റെ സമഗ്രവും കാര്യക്ഷമവുമായ നടപ്പാക്കൽ ഉറപ്പാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് ഫോറം ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നിയമം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിലൂടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമമാവുകയും രോഗികൾക്ക് സുരക്ഷിതവും നിലവാരമുള്ളതുമായ ചികിത്സാ സേവനങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. അതോടൊപ്പം അനധികൃതമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ആരോഗ്യ മേഖലയിലെ ഉത്തരവാദിത്വവും പൊതുജന വിശ്വാസവും വർദ്ധിപ്പിക്കുവാനും കഴിയുമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്ന മേഖലയിൽ വിട്ടുവീഴ്ചകൾക്ക് സ്ഥാനമില്ല. ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് കർശനമായി നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് സിറ്റിസൺസ് ഫോറം പ്രതിനിധികൾ വ്യക്തമാക്കി. സിറ്റിസൺ ഫോറം കൊല്ലം ജില്ലാ കമ്മിറ്റി ചെയർമാൻ MK സലീം, വൈസ് ചെയർമാൻ ഡോക്ടർ ഐത്തിൻ അൻസർ, ജനറൽ സെക്രട്ടറി ഷിബു റാവുത്തർ, ട്രഷറർ G ഗിരി, ഡോക്ടർ ഷിബു ഭാസ്കരൻ, സന്തോഷ് തങ്കച്ചൻ, വടക്കേവള ശശി, കരിക്കോട് സുധീർ, നൌഷർ റാവുത്തർ, സുനിത നിസാർ, മുഖത്തല സുഭാഷ്, പ്രസന്നൻ, അസീർ വേവ്സ് എന്നിവർ ജില്ലാ കളക്ടറെ സന്ദർശിച്ച സംഘത്തിൽ പങ്കെടുത്തു. സാമൂഹിക പ്രതിബദ്ധതയോടെയും പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകിയും സിറ്റിസൺസ് ഫോറം നടത്തുന്ന ഈ ഇടപെടൽ ആരോഗ്യ മേഖലയിലെ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ചികിത്സാ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യരംഗത്തെ പ്രവർത്തകരും പൊതുസമൂഹവും. ന്യൂസ് ഡെസ്ക്, കൊല്ലം.